ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓപ്പൺ ബുക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൈത്തൺ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ പൈത്തണിൽ നമ്മൾ പഠിക്കേണ്ട കോർ ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിതിൽ പറയുന്നത്. ജസ്റ്റ് ടോപ്പിക്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിൽ മെയിനായിട്ടുള്ളത് പൈത്തണിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. അതായത് എന്താണ് പൈത്തൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് VS കോഡും ജൂപ്പിറ്ററും പലതും യൂസ് ചെയ്യുന്നവരുണ്ടല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്, പിന്നെ ഇതിൽ കീവേഡ് ഐഡൻറ്റിഫൈസ് എന്താണ്, അതുപോലെ തന്നെ കമൻസ് ആയിട്ട് സിംഗിൾ ലൈൻ ഉണ്ട്, മൾട്ടി ലൈൻ ഉണ്ട്, ദെൻ വേരിയബിൾസ് ആൻഡ് ഡേറ്റ ടൈപ്സ്, അതുപോലെ ടൈപ്പ് കൺവേർഷൻ എന്താണ്, ടൈപ്പ് കാസ്റ്റിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസുകൾ എന്തെന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയാണ് പൈത്തണിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം ഇഫ് യു ഗോ ഫോർ ആൻ ഇൻ്റർവ്യൂ ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബേസിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക്, അസൈൻമെൻറ്റ്, കമ്പാരിസൺ, ലോജിക്കൽ, ബൈറ്റ് വൈസ്, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ ദർ ആർ ലോട്ട് ഓഫ് ഓപ്പറേറ്റേഴ്സ്. അതെ, ഇവിടെ നമുക്ക് 6 ഓപ്പറേറ്റേഴ്സാണ് വരുന്നത്. 6 അല്ല, നമുക്കൊരു one more operator is there, that is membership operators is not. എന്നിങ്ങനെ നമുക്ക് ലോട്ട് ഓഫ് ഓപ്പറേറ്റേഴ്സിനകത്ത് നമുക്ക് ഉണ്ട് പഠിക്കാൻ. പിന്നെ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് കൺട്രോൾ ഫ്ലോ. മീൻസ് അതിനകത്ത് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ്, ഇഫ് ഇങ്ങനെയുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനുള്ളൂ. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് വെച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ അതാണ് നമുക്ക് അടുത്തത് നോക്കേണ്ടത്. പിന്നെ ലൂപ്പിങ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ബ്രേക്ക്, കണ്ടിന്യൂ, പാസ്. നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോർ ലൂപ്പ് എഴുതി കിട്ടാൻ നമ്മൾ ഉറപ്പായിട്ടും പറയും, പിന്നെ വർക്കിംഗ് പറയാൻ പറയും. സോ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പഠിക്കണം. ജസ്റ്റ് നമ്മൾ ടോപ്പിക്ക് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഇൻ പൈത്തൺ. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇപ്പം സ്ട്രിങ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻഡെക്സിങ് ഉണ്ട്, സ്ലൈസിങ് ഉണ്ട്, സ്ട്രിങ് മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ഫങ്ഷൻസും ഉണ്ട്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ലിസ്റ്റ് എന്ന് പറയുമ്പോഴും അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചിരിക്കണം. എങ്ങനെ ലിസ്റ്റ് എഴുതും, അതിൽ വരുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അതിലും ഉണ്ട് ഇതുപോലെ ഇൻഡെക്സിങ്, സ്ലൈസിങ്. അതുപോലെ തന്നെ ഒരു ലിസ്റ്റിലൊരു എലമെൻറ്റ് എങ്ങനെ ആഡ് ചെയ്യും, ഒരു ലിസ്റ്റിൽ എങ്ങനെ എലമെൻറ്റ് റിമൂവ് ചെയ്യും, അങ്ങനെ ഒത്തിരി ഓപ്പറേഷൻസ് ലിസ്റ്റിലുമുണ്ട്. നെക്സ്റ്റ് ടപ്പിൾസ്, പിന്നെ ഡിക്ഷണറീസ്, സെറ്റ്, അറേ, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, ഡേറ്റ സ്ട്രക്ചേഴ്സിൽ വരുന്നതാണ്. അപ്പം ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പഠിക്കാൻ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ഓരോന്ന് പഠിക്കുമ്പോഴും അതിൻ്റേതായ എക്സാമ്പിൾസ് വെച്ച് അതിലുള്ള ഓപ്പറേഷൻസ് എല്ലാം വെച്ച് എല്ലാം കവർ ചെയ്ത് വേണം പഠിക്കാൻ. നെക്സ്റ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഫങ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. അപ്പം ഡെഫ് എന്നതിൻ്റെ കീവേഡ് യൂസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫങ്ഷനിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഈ ആർഗ്യുമെൻറ്റ്സ് തന്നെ നമുക്ക് കുറേ ഉണ്ട്, പൊസിഷനിലുണ്ട്, കീവേഡ് ഉണ്ട്, അങ്ങനെ പലത് വരുന്നുണ്ട്. ദെൻ ആ ഫങ്ഷൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ചോദിക്കുമ്പോൾ തന്നെ അതിനകത്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇതൊക്കെ. എന്താണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് ലാംഡ ഫങ്ഷൻ, എന്താണ് റിക്കർഷൻ, എന്താണ് സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ ഗ്ലോബൽ ആൻഡ് ലോക്കൽ വേരിയബിൾസും വരാം. നെക്സ്റ്റ് മൊഡ്യൂൾസ് ആൻഡ് പാക്കേജസ്, അതായത് നമ്മൾ ഒരു മൊഡ്യൂൾസിനെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യും, അതുപോലെ ബിൽഡ് ഇൻ മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, അതുപോലെ ക്രിയേറ്റിംഗ് യൂസർ ഡിഫൈൻഡ് മൊഡ്യൂൾസിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ അവിടെ നിന്നും വരും. ഇനി അടുത്ത എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പറയുമ്പം ട്രൈ, എക്സെപ്റ്റ്, എൽസ്, ഫൈനലി, ഈ ഓരോന്നും എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ബിൽഡ് ഇൻ എക്സെപ്ഷൻസുകളുണ്ട്, റേസിങ് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ എങ്ങനെയാണ് നമ്മൾ കസ്റ്റം എക്സെപ്ഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിക്കാം. നെക്സ്റ്റ് ഫയൽ ഹാൻഡ്ലിങ്, മീൻസ് ഓപ്പണിങ് ഓർ ക്ലോസിങ് ഫയൽസ്. അതുപോലെ തന്നെ അതായത് ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ ക്ലോസ് ചെയ്യാം, എങ്ങനെ റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, ഇതിന് ഓരോന്നിനും നമ്മൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്യും, അത് നമ്മൾ പറയണം. അതാണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ മോഡുകളുണ്ട്, വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാം. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഊപ്സ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഊപ്പ്, അതിലെന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ്, കൺസ്ട്രക്ടർ എന്താണ്, ഇൻസ്റ്റൻസ്, ക്ലാസ് വേരിയബിൾ എന്താണ്, സെൽഫ് കീവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പം സിംഗിൾ ലെവൽ, മൾട്ടിപ്പിൾ ലെവൽ, പിന്നെ പോളിമോർഫിസം എന്താണെന്ന് ചോദിക്കും. അങ്ങനെ പിന്നെ എൻക്യാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ മെത്തേഡ്, ഓവർ റൈഡിങ്, പിന്നെ കുറച്ച് സ്പെഷ്യൽ മെത്തേഡ്സുകളും ഉണ്ട്. അപ്പം ഈ ഊപ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ്, ഒബ്ജക്റ്റ്, കൺസ്ട്രക്ടർ, അങ്ങനെ ഒത്തിരി പോർഷൻസുകൾ അതിലത് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് വെച്ച് വേണം പഠിക്കാനായിട്ട്.
പിന്നെ നമുക്ക് പൈത്തണിൽ കുറച്ച് ബിൽഡ് ഇൻ ഫങ്ഷൻസുകളുണ്ട്. അതായത് ഇപ്പം ലെൻ, ടൈപ്പ്, ലെൻ എന്നൊക്കെ പറഞ്ഞാൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് ആ ഫങ്ഷൻ. അതുപോലെ ടൈപ്പ്, റേഞ്ച്, ഫിൽട്ടർ, അങ്ങനെ ഒത്തിരി ഫങ്ഷൻസുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ചോദിക്കാം. പിന്നെ കോംപ്രഹെൻഷൻസ്, അത് ലിസ്റ്റ്, ഡിക്ഷണറി, സെറ്റ് കോംപ്രഹെൻഷൻസ് പഠിക്കണം വിത്ത് എക്സാമ്പിൾസ്. പിന്നെ ഐറ്ററേറ്റർ ആൻഡ് ജനറേറ്റർ, അതൊരു ഇമ്പോർട്ടൻ്റ് വണ്ണാണ്. അപ്പോൾ ഐറ്റർ മെത്തേഡും നെക്സ്റ്റ് മെത്തേഡ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ ഈൽഡ് കീവേഡ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ ജനറേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്നും ചോദിക്കാം. ഡെക്കറേറ്റർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഡെക്കറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാലും ഡെക്കറേറ്റർ ഫങ്ഷൻ നമ്മൾ എങ്ങനെ എഴുതാം, അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സിൻടാക്സ് എന്താണ്, ഏതൊക്കെ ഡെക്കറേറ്റേഴ്സ് ഉണ്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ റെഗുലർ എക്സ്പ്രഷൻസുകൾ, അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പോൾ ഡേറ്റ് ആൻഡ് ടൈം, അതും അത്ര ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളല്ല. നിങ്ങളിതൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോക്കി വെക്കുക, എന്നെ നോട്ട് ചെയ്ത് വെക്കുക, എന്തെങ്കിലും ചെയ്യാം. പിന്നെ പൈത്തൺ മെമ്മറി മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ്, ഗാർബേജ് കളക്ഷൻ ഉണ്ട്, അതുപോലെ ID മെത്തേഡ്, ഈസ് ഓപ്പറേറ്റർ, അതുപോലെ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗരിതംസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെർച്ചിങ് ആൻഡ് സോർട്ടിങ്, അത് ലീനിയർ, ബൈനറി സെർച്ച്, ബബിൾ, അങ്ങനെ പലതും വരാം സെർച്ചിങ് ആൻഡ് സോർട്ടിങ്ങിനകത്ത്. പിന്നെ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, അതൊക്കെ ബേസിക്, അതിൻ്റെയൊക്കെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പിന്നെ നമുക്ക് ഇനി വരുന്നതെല്ലാം നമ്മൾ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഡിജാങ്കോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിജാങ്കോ പ്രൊജക്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൽ വരുന്ന പാക്കേജുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ബിൽഡ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാം. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പൈത്തണിൻ്റെ കോർ ടോപ്പിക്സ് എന്ന് പറയുമ്പം ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ, പൈത്തണുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലേതെങ്കിലും ടോപ്പിക്സുകളിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആണെന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഇനി ഇങ്ങനത്തെ വീഡിയോസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ സബ്സ്ക്രിപ്ഷനിൽ ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് തരിക. ഓക്കെ, താങ്ക് യു.